Praise the Lord. Can you all stand up on our feet, please? As we are receiving the word, let us come to the Father as a needy people. In the name of His beloved Son and our precious Lord Jesus Christ, so that what we are going to hear from His Scripture will be interpreted and will be written on the tablets of our hearts. കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മൾ നടക്കേണ്ടതിനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കപ്പെടുക. ഇന്നത്തെ പകൽക്കാലം ദൈവവചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 42-44, Matthew chapter 25 verse 13 വായിക്കുന്നതാണ്. I am reading from Matthew chapter 25 verses 42-44 and Matthew 25 verse 30. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുവിൻ. Verses 44 says, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. Chapter 25 verses 30, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുവിൻ. Praise the Lord. Let us come to the Lord in prayer. ഹൃദയങ്ങളെ അറിയുന്ന പരിശുദ്ധ പിതാവേ, ഈ നല്ല മധ്യാഹ്ന സമയത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അവിടുത്തെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചത് അങ്ങയുടെ വിലയേറിയ ദാസനിലൂടെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ചില മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചു. കർത്താവേ, വീണ്ടും ഞങ്ങളുടെ ആവശ്യക്കാരായ ഞങ്ങളുടെ പാതകളെത്തിരിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം വാസ്തവം ചെയ്തതിന് ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുവാൻ അടിയന്റെ സഹോദരങ്ങളെയും ഒരുപോലെ ഒരുക്കണം. യേശു കർത്താവിന്റെ നാമം മാത്രം ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും Are you all ready to receive the word? Yes. It is not about hearing the word. വചനം കേൾക്കുക എന്നുള്ളതല്ല, വചനം സ്വീകരിക്കുക എന്നുള്ളതാണ്. Praise the Lord. No matter how much we hear the word, it doesn't do anything in us. But if we receive the word, that will definitely do a fantastic job in our life. Is there anybody here who doesn't understand Malayalam? Is anybody here? Yeah. Thank you so much. So my brothers and my sisters, what we heard from the scripture, the Lord Jesus was warning about His second coming and the end of the world. കർത്താവിന്റെ ദാസനിലൂടെ ദൈവസഭയെക്കുറിച്ച് നമ്മൾ കേട്ടു. ദൈവസഭ എങ്ങനെയായിരിക്കണം, ദൈവസഭയിൽ നിന്ന് സ്വർഗത്തിലെ കർത്താവ് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ നമ്മൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിന്റെ സഭ എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സഭ സ്ഥാപിതമായ ആ നാളിലേക്ക് ഒന്ന് പോയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പരിശോധിച്ചാൽ ലോക്കൽ ചർച്ച എങ്ങനെയായിരിക്കണമെന്ന് അവിടെ സഭ കാണിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ സഭയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Praise the Lord. We can learn from there so many things, though we cannot make doctrines out of that. Praise the Lord. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് doctrines എടുക്കാൻ പറ്റില്ല, പക്ഷേ we can keep the church as our model. Praise the Lord. Hallelujah. സ്തോത്രം. ദൈവവചനത്തിൽ ഇന്നത്തെ പകൽക്കാലം നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഭാഗം ഇനിയുള്ളത് അന്ത്യകാലത്തെ കുറിച്ചാണ്. Praise the Lord. The signs and evidences of the last days. Praise the Lord. As what the Lord has spoken to us through His own mouth and through His apostles. Praise the Lord. പ്രിയപ്പെട്ടവരെ, human nature എന്ന് പറയുന്നത് every human has a natural tendency to know the future. It is just to keep the lust of our flesh, as to know what good things are on our way. Praise the Lord. Hallelujah. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെന്നൊന്ന് കേൾക്കാൻ, praise the Lord, എല്ലാ മനുഷ്യർക്കും മാനുഷികമായ ചില ആഗ്രഹങ്ങളുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വേറൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് സ്വയം തൃപ്തരാകാൻ, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി, നമ്മുടെ ഫ്ലഷിന്റെ ഒരു ലെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. Praise the Lord. എന്നാൽ ഒരു കാര്യം പറയണം ദൈവമക്കളെ, when the Lord speaks to you about the future, you know what is going to happen. It is not something like a human being speaks. When Lord speaks to you or Lord reminds
that means it is with a purpose. That purpose is this: to prepare us, to correct us, and to warn us. Praise the Lord. Hallelujah. നമ്മളെ തയ്യാറാക്കുവാനും നമ്മളെ പണിയുവാനും അതിനെ സ്തോത്രം നമ്മളെ കറക്റ്റ് ചെയ്യുവാനുമാണ് ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:3 1 Corinthians 14:3 that exactly defines what prophecy means. Praise the Lord. What prophecy means is explained there. Praise the Lord. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുവോ, always remember my brother, that should not increase our knowledge, but it must sink into our heart. Praise the Lord. It must go deep into our heart and it should do a work in our life, individual life. Praise the Lord. So when you go by, my brother, my sister, don't go with a lots of knowledge on your heart. Praise the Lord. But go ask a different person. You know, how will you evaluate the success of a conference? One conference and a success എങ്ങനെയാണ് evaluate ചെയ്യുന്നത്? The way we sing? Is it the way we sing? Is it the way we listen to sermons or the messages? Or how wonderfully the preacher made it? No, idonnu alla. These are not the marks of a successful conference. You know, what is the evidence of the conference being successful or the church being successful? It is only this: how do we go back? How do we go back? Did God do something in our life today? That will say whether the conference was successful or not. Praise the Lord. Conference successful ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ദൈവം ഇന്ന് പകൽക്കാലം എന്നിട്ട് നിങ്ങളിൽ ചില പ്രവൃത്തികൾ ചെയ്തോ എന്നുള്ളതിന്റെ തിരിച്ചറിവിലാണ് എന്നുള്ളതിനാണ്. So you and I will know the success, whether the conference is successful or not, by the way, praise the Lord, the Lord worked in our life. Let me go. ഞാൻ വേറെ മുന്നോട്ട് പോകട്ടെ. Praise the Lord. Whether it is Old Testament prophets or New Testament prophets, they had something common in their heart. They carried a burden in their heart. The burden was from God. When they speak out, they have something. They were common. What was common in both of them were this: they always shared the burden of God to the people of God. Praise the Lord. ദൈവജനത്തോട് ദൈവത്തിന്റെ ഭാരം അവർ അറിയിക്കുമായിരുന്നു. Praise the Lord. You know what is the spirit of prophecy? Spirit of prophecy always bring us closer to God, not closer to the world. Praise the Lord. Spirit of prophecy, when it is in the work, in a church, what happens? We come closer to God and we go away from the world. Praise the Lord. Hallelujah. ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചനം എന്ന് പറയുന്നത്. And the prophecy makes us heaven-centered, not earthly-centered. Praise the Lord. The more you are listening to the prophecy, we become more closer to heaven-centered and not earthly-centered. You know what happens? Our life on earth is a preparatory stage for our eternity. Always remember, my brother, my sister. Hallelujah. We send children to kindergarten. And kindergarten പോയിട്ട് അവരൊന്നും പഠിച്ചില്ലെങ്കിൽ what would happen? If they don't learn anything at their class 1 stage, what would happen? They won't be able to build their foundation for their future studies. So this is the foundation. What the life which we are living on earth is a foundation for us to face the eternity in the days to come. Peട്ടെന്ന് ഞാൻ പോട്ടെ. Praise the Lord. Hallelujah. സ്തോത്രം. കർത്താവിന് പറയുമ്പോൾ when Jesus was speaking what we have read now, കർത്താവിന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 24-25 കർത്താവ് തന്റെ വരവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോടും തന്നോട് കൂടെ ഉള്ള ജനത്തോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. അവിടെ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് യെരൂശലേം ദേവാലയത്തിനെ കുറിച്ച് കാണിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, നീ ദേവാലയത്തിന്റെ പണികളൊക്കെ കാണുന്നില്ലേ? What a wonderful temple of God this is. What a wonderful building this is. The whole premises looks so attractive, Lord. But the Lord said, there is a day coming in. You won't see this building anymore. And I tell you, not a single stone will be left upon another. Praise the Lord. The whole will be destroyed. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? They asked 3 questions to Jesus that you can see in chapter 24 of Matthew verses 3. Praise the Lord. Matthew 24:3 കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു. They asked 3 questions. Praise the Lord. 1, when is this temple going to be destroyed?
That is number one. Second thing, when is your coming? And the third thing, what is the sign of the end of the time? Praise the Lord. They asked 3 questions to the Lord. The Lord replied. Praise the Lord. Let me tell you about the first question, about the destruction of the temple that happened in AD 70. After Jesus left, immediately after that, 40 years after, we know that the temple in Jerusalem was destroyed by Roman general Titus. Praise the Lord. So first prophecy is gone. Now we are waiting for the second prophecy and the third one. Second is about the coming of Jesus and the end of the world. What is the relevance of this subject today? Why the whole day of the conference is going to be spent for discussing on this particular subject, the end of the world? You know the importance of this. Once we know what is lying ahead of us, we will be careful about living our rest of the day, rest of the life. Praise the Lord. When we really know what is happening around us, when we really know what the Lord has said centuries back, it is coming true, it is coming into reality these days, our faith will be increased and we will not be attached to this world, but we will be concentrating on the things to come in. Praise the Lord. That's the importance. Praise the Lord. There's only one book in the whole world which tells us about the future. That is the Bible. Amen. But Bible doesn't tell everything. Bible tells lots of things about the future, but Bible doesn't tell anything. Two ways you can approach the Bible. One way, to look into the Bible, to look into the Word of God, to look into the counsel of God, to live a godly life which is pleasing to the Father. The other is this, to understand so much, to satisfy our curiosity, to increase our knowledge, to take degrees and doctorates, and to teach other people, but which is of no use to you probably. Praise the Lord. Discussions ചില വ്യക്തികൾക്ക് ഇത് ജീവന്റെ വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനങ്ങൾ അവരുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതങ്ങൾ സ്വർഗോന്മുഖമായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പുസ്തകത്തെ ആര് സ്നേഹിക്കുന്നുവോ, ഈ വചനത്തെ ആര് സ്നേഹിക്കുന്നുവോ, ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തി ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, സമൂഹമൊക്കെയും അതിന്റെ മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് വേഗം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. Referring to the last days, when you hear the word, the expression last days, what do you really understand about it? What do we really understand about this? Praise the Lord. Last days means, for many people, they must be thinking about AD 2000. Or they may be saying that maybe we are in the last days, means after 2010 is the last days. Or probably 2017 is the last days. But what does Bible say about that? You want to know what is that? Let me tell you some scriptures. All through this session, I will speak to you through the scriptures so that your faith will not depend on my wisdom. Your faith will not depend on what I speak. Your faith and our faith should rest on the scriptures. So I keep speaking the scriptures, and our boy there, he will keep showing the scriptures on the screen. So I will appeal everybody, walk with me through the scriptures. Praise the Lord. Let us listen what the last days means as an introduction. Praise the Lord. Apostle Prophet 2:16. Acts 2:16. Acts 2:16. Hallelujah. Stotram. After we can see, after the day of the Pentecost, what happens? The Holy Spirit came upon them. Parishuddhaatmavu അവരുടെ മേലിലേക്ക് ഇറങ്ങി വന്നു. Praise the Lord. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കാത്തിരുന്ന തന്റെ ജനത്തെ ദൈവത്തിന്റെ ആത്മാവ് നിറച്ചു കഴിഞ്ഞപ്പോൾ, praise the Lord, അവർക്ക് അതുവരെ ഉണ്ടാകാത്ത ഒരു അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വന്നു. അവർ അനേക ഭാഷകൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And we know there were people there in Jerusalem at that time. They came from different parts of the world to celebrate Pentecost there in the temple there. Praise the Lord. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക ഭാഷകൾ സംസാരിക്കുന്ന
people, they have never crossed the sea or the land to come to another country. How do they speak our language? അങ്ങനെ പറഞ്ഞപ്പോൾ some of the mockers, പരിഹാസികളായിരിക്കുന്ന ചിലർ പറഞ്ഞു, they got drunk. അവർ കുടിച്ചവരാ, അവർ മദ്യപിച്ചവരാ, ലഹരി പിടിച്ചതുകൊണ്ട് അവർ എന്തൊക്കെയോ പുലമ്പുന്നതാണ്. That's the time Peter stood up with 11 and said, no, നിങ്ങൾ കരുതുന്നത് കൊണ്ട് അവർ ലഹരി പിടിച്ചവരല്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രോഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ്. 650 BC യോവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളിൽ പ്രൈസ് ദി ലോർഡ് എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവിടെ എഴുതിയിരിക്കുന്നത് ആ അന്ത്യകാലത്ത് നടക്കുമെന്ന് 650 BC what he had prophesied through the prophet, it has come into fulfillment in AD 33 at the day of Pentecost. So അന്ത്യകാലം ആരംഭിച്ചപ്പോൾ എപ്പോഴെന്നാ? So when did it start? It started immediately after our Lord has ascended to heaven. Day of Pentecost it started. അന്ത്യകാലം 2000 വർഷം മുമ്പ് തുടങ്ങിയിരിക്കുക. Let us see some more scriptures. Hebrews 1 verse 2. Hebrew was in fact written in AD 67. Praise the Lord. Hallelujah. AD 67 Hebrews എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു Hebrews 1:2 എഴുതിയിരിക്കുന്നു. 1:1 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ദൈവം കൊണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായും ഹല്ലേലൂയ പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് ഹല്ലേലൂയ ഈ അന്ത്യകാലത്ത് when was that? AD 67. So when Paul was writing this, he was in the last days. Praise the Lord. Let us come to 1 John chapter 2 verse 18. 1 John 2:18. This was written during AD 90 from Ephesus by John. അവിടെ എഴുതിയിരിക്കുന്നത് പറയുമോ? കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. We are in the last days. Praise the Lord. കുഞ്ഞുങ്ങളെ, we are in the last hour. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. See, in AD 90 the Holy Spirit is saying this is the last hour. Praise the Lord. Hallelujah. 2 Timothy 3:1 പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. What does this all mean? ഇതിന്റെ എല്ലാ അർത്ഥം എന്താണെന്ന് അറിയാമോ? അന്ത്യകാലം എന്ന് പറയുന്നത് ഇപ്പോഴല്ല തുടങ്ങിയത്. It started almost 2000 years plus. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലം തുടങ്ങിയെങ്കിൽ where are we standing today? ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? We are in the last part of the last days. You know that? I want to tell you the importance of this. That is the reason I spend these minutes to speak to you all these things. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം അറിയാമോ? It is not started now. It has started 2000 years ago. Last days have been that session, that age of last days have been started 2000 years ago, and we are nearing the last seconds. It could be maybe few more seconds left for us to see the end of the time. Praise the Lord. Hallelujah. How eager we must be. Praise the Lord. John the Apostle said, my children, this is the last hour. 1 hour, how many minutes? Tell me, how many minutes are in 1 hour? 60 minutes. 2000 years ago, if it was the last hour, maybe what minute we are living today? Maybe 2 more minutes left. Maybe 1 more minute left. How eager we should be, my brother, my sister. Hallelujah. കർത്താവിന്റെ വരവിന് ചിലപ്പോൾ maybe few seconds left now. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മുന്നോട്ടുള്ള മെസ്സേജ് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാമത്തെ വാക്യം, Matthew chapter 24 verse 8 കർത്താവ് പറയുന്നുണ്ട്, he was talking about the science and physical evidence, earthquakes, wars and famine and all those stuff. When Jesus was speaking about, Jesus said, this is only the beginning of sorrows. ഈറ്റുനോവിന്റെ ആരംഭമാണ്. Beginning of the birth pangs. We know when our sisters are admitted to hospital for delivery, what is going to happen? They have to go through a birth pang. Praise the Lord. Hallelujah. ഒരു ഹല്ലേലൂയ സ്തോത്രം. പ്രസവ വേദന എന്ന് മലയാളത്തിൽ പറയും. It is not just 1 second word. No. Pain won't come in and just in 1 second they bring forth a child. No. They have to go through it for maybe a few hours. So there's a starting point, and as they continue, their frequency will be more. It will be so intense
little pain came and it's gone. I haven't gone through it, but I heard it many times. But my wife used to tell me, praise the Lord, it comes and goes, but as they are nearing to the last moment, it keeps coming. And the intensity is so high. Praise the Lord, hallelujah. Jesus said 2,000 years ago, it was the beginning of sorrows. It was the beginning of birth pain. Now tell me, after 2,000 years, where do we stand? We see the intensity and the frequency of all those signs around us that makes us sure, that keeps us sure, that gives us a warning that we are so pretty close to what the Lord's called. My brother, my sister, you cannot have a life just to say that, okay, I will have time tomorrow. Oh, when the trumpet blows, that time I will get ready. No, you and I have no time now. We are in the last seconds. That is what my point of speaking. Praise the Lord. Hallelujah. Stotram, praise God. What I am going to do, today's message is not like a sermon in a church. I'm not using that pattern to speak to you, my brother, my sister. This is not a sermon. This is in fact a teaching, or you can say a talk about the Word of God, or about a talk that the Holy Spirit has spoken to the church and to the world. Praise the Lord. I'm going to divide into two parts. One is physical evidences, and the second is spiritual evidences of the end of the time. Praise the Lord. Hallelujah. One is physical evidences, and the second is spiritual evidences. Spiritual evidence will be taken in the afternoon session. And I really wish none of you should miss that. Hallelujah. When I am going to speak, when the Holy Spirit is going to use me to speak to you about the spiritual evidences, my brother, my sister, I really wish that you should be here to listen to that. Praise the Lord. Now, for the rest of the time, I'm trying to complete about the physical evidences of the end of the world. Praise the Lord. It is so dangerous. Never increase your knowledge without a work in your heart. Hallelujah, Stotram. Mosheku vendi, hallelujah, Stotram. Israel janachinu vendi, Deivam kalpanale ezhudiyapol, sorgathil irunavante karam parishuddhaatmavinte shaktiyal hard rockil pravarti cheyapol, adu 10 kalpanalayi, hallelujah, manushyane kittiyadupole innathe pagalkalam Deivamakale, let the finger of the Lord do a great work in our stony heart, so that our life will be changed for the praise of the Lord. Innathe pagalkalam nammade kadinappetta hrudayangalil sorgathile Deivathinte karamaകുന്ന പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവമക്കളെ എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരുപോലെ രൂപാന്തരപ്പെടും. Praise the Lord. Let us see what are the physical evidences. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ physical evidences എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? Hallelujah. Whether to listen to the word is okay or relevant. Hallelujah. What is the authenticity of the scripture? What is the authority of the scripture? Hallelujah. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വല്ലതും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? Praise the Lord. Is it a man-made book, or is it God-centered book, or has God breathed into it? ഇന്നത്തെ പലരും കേൾക്കാൻ പോവുകയാണ്. ദൈവം എഴുതി വെച്ചതാണോ അതോ മനുഷ്യൻ എഴുതി വെച്ചതാണോ? ദൈവം എഴുതി വെച്ചാൽ അത് സംഭവിക്കും. Praise the Lord. മനുഷ്യൻ എഴുതി വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നത്തെ രാത്രി, ഇന്നത്തെ പകല് അതൊന്ന് കേൾക്കുവാൻ പോവുകയാണ്. To start with, ആദ്യമായി അന്ത്യകാലത്തെ കുറിച്ച് ദൈവം സംസാരിച്ചത് ദാനിയേലിനോടാണ്. That was in 605 BC. 605 BC, there was a prophet called Daniel. He was the wisest of the wisest. Praise the Lord. And he was living in that time. That time the Nebuchadnezzar was the Babylonian king. Praise the Lord. We remember, we see in the book of Daniel chapter 2, verse 31 to 45. Praise the Lord. Hallelujah. Book of Daniel chapter 2, 31 to 45. That was the first time God from heaven start to speak to people and to warn them about the end of the world. Praise the Lord. The Lord revealed certain things through a dream. The dream was shown to Nebuchadnezzar the king, and it was interpreted through his servant Daniel. Praise the Lord. Hallelujah. Can you show me that on the screen, please? Hallelujah. You know Nebuchadnezzar Raja, he was a Babylonian king. He had a dream. He dreamt. That dream is explained in Daniel chapter 2.
I will explain to you what was that dream. And the dream could not be interpreted by any scholars there. രാജാവാകപ്പാടെ കഴിഞ്ഞിട്ട് രാജാവ് ആ രാജ്യത്തിലൊക്കെ വിളംബരം ചെയ്തു. It was not a small kingdom, it was a big kingdom. The whole world was under Babylonian rule at that time. Praise the Lord. So he has declared so much around the world and said that, is anybody here to come and to interpret the dream which I had? None of them were there. So king was so angry and upset. He said, I am going to kill all scholars. Praise the Lord. And I am going to kill all interpreters. അറിയ സ്വപ്ന വ്യാഖ്യാനക്കാരെയും എല്ലാ സ്കോളേഴ്സിനെയും എല്ലാ വാക്കുകളെയും എല്ലാവരെയും ഞാൻ കൊല്ലുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. That was the time we know Daniel was there. ഞാൻ എൻ്റെ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. Praise the Lord. അപ്പോൾ Daniel heard it. And the Lord, അവന് മരിക്കാൻ പറ്റത്തില്ലല്ലോ. Praise the Lord. Daniel പറഞ്ഞു, എൻ്റെ ദൈവം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിനാ മരിക്കുന്നത്? Praise the Lord. Hallelujah. So Daniel and his brethren, അവർ 3 പേര് 4 പേര് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവം ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാമോ, King never said to anybody what the dream he had. His condition was this: if you are going to interpret the dream, you go to say the dream itself. Praise the Lord. നിങ്ങൾ സ്വപ്നവും പറയണം, സ്വപ്നം വ്യാഖ്യാനിച്ചും പറയണം. That was the condition. So Daniel said, I will do it. എന്താണ് സ്വപ്നം എന്നറിയാമോ? സ്വപ്നത്തിൽ നെബൂഖദ്നേസർ കണ്ടത് ഒരു വലിയ ബിംബത്തെയാണ് കണ്ടത്. A big image of a man. And in that big image, explain ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, praise the Lord, hallelujah, ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. Daniel 2:31-45. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പകുതി ഇരിപ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണുമുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിപോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാത്തവണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. Praise the Lord. This was the vision. This was the dream. Praise the Lord. Hallelujah. Stotram. This dream has to be interpreted. Praise the Lord. Hallelujah. I really fear time നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്ലാൻ ചെയ്ത് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. എങ്കിലും നിങ്ങൾ ഡ്രീമിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ you will see, praise the Lord, hallelujah, there are 5 ages there, 5 divisions there. Can you show me image? Hallelujah. Stotram. ആ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ it's a huge image of a man. അവിടെ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് തങ്കം കൊണ്ടുള്ള തല. Praise the Lord. Look at that. The first one is head, golden head. അത് പറയുന്നത് ബാബിലോണിയൻ സാമ്രാജ്യത്തെ കുറിച്ച്. These 5 sections talks about the coming kingdoms. Hallelujah. 5 ages. Praise the Lord. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ആ പിക്ചർ നോക്കിക്കൊണ്ടിരിക്കണം. Praise the Lord. BC 605 to 539, that is ബാബിലോണിയൻ സാമ്രാജ്യം. ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ നെബൂഖദ്നേസർ ഉള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവവചനം വീട്ടിൽ വായിക്കണം. ഈ 2-ാമത്തെ അധ്യായം വായിക്കണം. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഒരു സാമ്രാജ്യം വന്നതാണ് മെഡോ പെർഷ്യ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിലാണ് ദൈവവചനത്തിലെ എസ്തേറൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അതും ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോൾ വന്നതാണ് ഗ്രീക്ക് സാമ്രാജ്യം. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ആ കാലഘട്ടമാണ്. അവരൊക്കെ ഈ ലോകം മുഴുവനും മാണവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. They were ruling all over the kingdom. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് റോം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. BC 600 to 513 is Babylon. BC 539 to 331 is Medo Persia, and BC 331 to 168 is Greece, and from BC 168 to AD 476 is Roman സാമ്രാജ്യം. കർത്താവ് ജനിക്കുന്ന സമയത്തൊക്കെ റോമാക്കാരായിരുന്നു ഈ ലോകം ഭരിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയെ കുറിച്ചൊക്കെ ചോദിക്കും. ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ ഇവർക്ക് കപ്പം കൊടുത്ത് അവർക്ക് കീഴ്പ്പെട്ടിരുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, എസ്തേറിന്റെ പുസ്തകത്തിൽ ഹിന്ദു ദേശത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. So this all were one kingdom ruling all over the world. After that, after the fall of Rome, Roma സാമ്രാജ്യം
Lord. ഒരു ലോകം ഉണ്ടാക്കിയപ്പോൾ ഖാനിന്റെ പാദം, praise the Lord, കളിമണ്ണ് കൊണ്ട്, it was made of clay and it was very weak. അവിടെയാണ് ഒരു കല്ല് പറന്നു വന്ന് ആ കാലിൽ തട്ടിട്ട് അത് ഉടഞ്ഞു പോയത്. ഇറ്റ് വാസ് ബ്രോക്കൺ. അതെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ അത് 10 കിങ്ഡംസ് ആയിട്ട് യൂറോപ്പിൽ മാറി. അത് തകർന്ന് തരിപ്പണമായിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ from AD 476 to 2017 today, this is the last stage happened. Now we have come to the lower part. You see the lower part. Now there's nothing more you can go down. It is in the lowest side. And വചനം പറയുന്നു, praise the Lord, തിരുമനസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. And there is another stone which was coming. കൈ ഒന്നും തൊടാത്തത്. From somewhere it is coming. അതെന്താണ് ചോദിച്ചാൽ, that is the kingdom of God. Praise the Lord. Hallelujah. Stotram. That is the kingdom of God. Hallelujah. Until Jesus was there, it was all kingdoms of earth. Praise the Lord. അതുകൊണ്ടാണ് ബൈബിളിന്റെ ആദ്യത്തെ പേജുകളിൽ, praise the Lord, ഹല്ലേലൂയ സ്തോത്രം, മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ പറയുന്നത് മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുവരെ ദൈവരാജ്യമില്ല. Praise the Lord. All their kingdoms of earth. That was the first time kingdom of heaven was announced through John the Baptist. നമുക്ക് 4-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 4:7 യേശു കർത്താവ് പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുക, repent, kingdom of God is at hand. That was the first time. See, from John the Baptist, then from Jesus, kingdom of God, that announcement was coming. That was this. Up until there, അതുവരെ all these kingdoms were there at different stages. Hallelujah. ഇത് എന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? For the last 1,500 years, praise the Lord, for the last 1,500 years, right from the fall of Rome, praise the Lord, we are in the last days. Praise the Lord. Hallelujah. Stotram. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Hallelujah. Stotram. I don't know how many of you could understand what I said. Hallelujah. Stotram. ആ വചനം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വായിച്ചു നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞതുകൂടെ മൈൻഡിൽ വെച്ച് ചിന്തിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. So let me come to the pages of New Testament. Praise the Lord. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, Matthew chapter 24 verse 32. Hallelujah. Matthew chapter 24 verse 32. അവിടെ എന്താ എഴുതിയിരിക്കുന്നു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു അത്തിവൃക്ഷത്തെ കുറിച്ചാണ്. Hallelujah. സ്തോത്രം. 24:32. Amen. മതി പാസ്റ്റർ. Thank you. Hallelujah. The Lord was speaking to them. You know this chapter 24 and 25 is his second coming, about his second coming. So in the midst of that, Jesus said, look unto the fig. When its branch is tender and put forth leaves, you know the summer is near. The Lord was speaking about fig tree represents the Israel. Praise the Lord. In the scriptures you can study, fig tree represents Israel and vineyard, അല്ലെങ്കിൽ മുന്തിരിവള്ളി കർത്താവിന്റെ സഭ, പുതിയ നിയമസഭയെ കാണിക്കുന്നു. Praise the Lord. അപ്പൊ പഴയ നിയമസഭയെ കാണിക്കുന്നതാണ് അത്തിവൃക്ഷം എന്ന് പറയുന്നത്. അത്തിവൃക്ഷം അതിനെ തളിർക്കുക എന്ന് പറഞ്ഞാൽ, praise the Lord, കർത്താവിന്റെ വരവായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വരവ് ആയി എന്നുള്ളതാണ്. ഈ അത്തിവൃക്ഷത്തെ കുറിച്ച് 2 മിനിറ്റ് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അവന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഈ അത്തിവൃക്ഷത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, praise the Lord. So there was certain man, he had a fig tree planted in his vineyard, and the man was looking for fruit for 3 years, but he couldn't see any fruit in his fig tree. എന്തോ അവൻ പറഞ്ഞെന്നറിയാമോ? ഇതിനെ വെട്ടിക്കളണം, ഇത് നിലത്തെ നിഷ്ഫലമാക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്ന തോട്ടക്കാരൻ പറഞ്ഞു, ഈ ഒരു വർഷം കൂടി നിൽക്കട്ടെ, വേറെ കാഴ്ചയിലൂടെ വെട്ടിക്കളയാം. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. You know what was 3 years? 3 years was the ministry of Jesus Christ. It was talking about when Jesus came to this earth, he was looking for fruit in Israel. He couldn't see any fruit in Israel. So hallelujah stotram, he want to, hallelujah stotram, he want to put a wrath on them. He want to put a punishment on them. He want to curse them, saying that way that I am looking for fruit, but you are not producing any fruit at all. Praise the Lord. You know, nothing has happened at that time. The Lord again gave time for 40 more years. So 40 plus 30.
70 years. Why 40 years? 40 is a time for repentance. നമുക്കറിയാം വൈൽഡർനെസ്സിലെ മരുഭൂമിയിലെ 40 വർഷം ജനം അലഞ്ഞു. എന്തിനെന്നറിയാമോ? ദൈവസന്നിധിയിൽ തന്നെത്താൻ അവരെ താഴ്ത്താൻ വേണ്ടി. Praise the Lord. മോശയെ 40 ദിവസം മരുഭൂമിയിലേക്ക് വിട്ടു ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി. So 40 years means it's a time of repentance. Praise the Lord. Hallelujah. At the age of 30, Jesus said, I am looking for fruit for 3 years. Praise the Lord. 30 plus 3. 33. Nothing could come. Hallelujah. God gave another 40 years to Israel. Nothing happened. At the AD 70, what happened? Israel was destroyed by Roman General Titus. Praise the Lord. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 3:9 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ ആക്സ് has been laid on the root. ഹല്ലേലൂയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നതായിട്ട് ഹല്ലേലൂയ സ്തോത്രം ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുന്നുണ്ട്. That means it was not uprooted, it was cut down. Still the root is there. Hallelujah stotram. So the root is still there, though it was cut down. It is I know brothers and sisters, it's very difficult to understand. കാരണം ഇതെല്ലാം Lord's language. Praise the Lord. We need to ask the Lord, Holy Spirit, to speak to us. കാരണം ഇത് ടഫ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. കാരണം we got to be very vigilant. We got to be preparing. We cannot take our life for granted. Praise the Lord. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം 3:9 പറയുന്നത് വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. അല്ലാതെ വൃക്ഷത്തെ വിടുകളാണെന്നല്ല എഴുതിയിരിക്കുന്നത്. But still that root is there. Praise God. Hallelujah. നിങ്ങൾക്കറിയാമോ AD 70 the temple was destroyed. So many thousands and millions of Jews were killed, and the rest of the people they scattered all around the world. Some people had come to Kerala also, you know. Mattancheriyilokke avade ninnu. All the world people were gone, dispersed. But you know there was a prophecy for them. That prophecy was in Ezekiel chapter 36 verse 24. Avade saying, avade Kartavu paranju, there is a day coming, I will bring forth my people from all over the world. Hallelujah. ദേശത്തിലെ ജാതികളുടെ മധ്യത്തിൽ നിന്ന് എന്റെ ജനത്തെ ഞാൻ കൂട്ടിവരുത്തും. എങ്ങോട്ട്? അവരുടെ ദേശത്തേക്ക്. Did it happen? It happened on May 14, 1948. The new kingdom, the new nation, the new country, Israel was formed. Praise the Lord. After 1900 years. What does this mean? Hallelujah. കർത്താവിന്റെ ഭാഗത്ത് നമുക്കറിയാം, നമ്മളൊക്കെ UK വന്നല്ലോ. നമ്മുടെ ആദ്യത്തെ തലമുറയൊക്കെ മലയാളം സംസാരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മലയാളം സംസാരിക്കും. നിങ്ങൾക്ക് can you ever imagine after 100 years our children will go back to India, Kerala? They and their children, if the Lord is coming, they and their children will be here in this country or maybe some other country because they become a part of this country. 1900 years, Israel were part of so many countries. How did they come back to Israel? Was it not the work of God? Was it not the fulfillment of this prophecy? Ezekiel 36:24. കർത്താവിനെ കൊണ്ടുവന്നു അത്തിവൃക്ഷം തളർത്തു. Fig put forth its leaves again. The fig which was cut off in AD 70 now brought forth new leaves. എന്നാൽ May 14, 1948 1948 മെയ് മാസം 14 തീയതി പുതിയ ഇസ്രായേൽ വന്നു. AD 70 നശിപ്പിക്കപ്പെട്ട ഇസ്രായേൽ പുതിയ രാജ്യമായി തീർന്നു. റെലവൻസ് മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെക്കൻഡ് സൈഡ് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ നോളജ്. ലോട്ട്സ് ഓഫ് നോളജ് ഇൻക്രീസ്. ഹല്ലേലൂയ. എവിടെ എഴുതിയിരിക്കുന്നത്? Daniel 12:4. Book of Daniel chapter 12 verse 4. Even to the time of the end, men shall run to and fro, and knowledge shall be increased. Don't look at the Malayalam version there. Malayalam version wrong ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. I don't know how it happened. Look into the English version there. Even to the time of the end, men shall run to and fro, and knowledge shall be increased. ഇതൊരു prophecy-ആണ് that has happened in BC 605. There is a time coming, knowledge will be increased, to and fro traveling will be increased. That never happened up until from Adam's time till 1800. It never happened. Only last 200 years it happened. That is what my point is. Let me read out something. Hallelujah. Throughout the history, we have had a slow and little increase in knowledge. What did
do you know? ഞാൻ കാര്യം ചെയ്യട്ടെ, when we were 12 years of age, what did we know? What did we know? Look at a 12-year-old child today. How much they know compared to what we know at the age of 12? നമുക്ക് 12 വയസ്സുള്ളപ്പോൾ നമുക്ക് എന്തോ അറിയാമല്ലോ. ഞാൻ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കണ്ടത് 22ാമത്തെ വയസ്സിലാണ്. When I was 22 years, I handled a computer for the first time. Now, look at the smallest one here. Look at Isaac there. He is hardly 2 years or 3 years. Sometimes he is playing with iPhone. He is handling internet very easily. What is his age? We have to see. Praise the Lord. Hallelujah. But take a look at the explosion of knowledge over the last 50 years. Upon a recent history, the fastest form of transport was a horse. Now, man can travel at hundreds of miles per hour and across the globe in a day. Technology has developed at a rapid pace, which has led to great improvements in computer power, scientific discoveries, and medical profession. Just look at it, how much we have learned about the human body with the things like the DNA and cellular structure, etc. You know, this all happened in 100 years' time. All those almost 4,500 years, nothing ever happened. Jerome, can you show me the second slide, please? I'm going to tell you some very small thing. I can't see it. You see, there's a picture there. Time of Adam to John Wesley. You know John Wesley, who was living in England. John Wesley lived in 1750s. Approximate 4,000 BC Adam. 4,000 plus 1,750, almost 6,000 years. The mode of transport was camel, donkey, or horse. Then latest towards, when it becomes 80 and all, they invented cart and all this stuff. So that is, they're dependent on animals, and they made cart and all. But just see, from 1750 to today, how many years are there? You know when was the first motor vehicle invented? I think it is 1885. But a Benson, Harley Benson, Benz, അവരുടെ ആളാണ് ആദ്യത്തെ മോട്ടോർ എഞ്ചിൻ ഉണ്ടാക്കിയത്. Praise the Lord. You know when was the first flight invented? 1903. You see, almost 6,000 years, nothing was there. To and fro was not there. But immediately in 200 years, shouldn't you imagine where are we? Fulfillment of that prophecy. End of the day, end of the world in the time. എന്ത് പറ്റുമെന്ന് അറിയാമോ? Many shall run to and fro. അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിൽ ഓട്ടം നടക്കുന്നു. So many people from this corner of the world to another corner, and from there to here, to and fro will be increased, and the knowledge shall be increased. Remember, my brother, my sister, we are at our stage. Fulfillment of a prophecy which God has given 605 BC to Daniel. Praise the Lord. Hallelujah. From 4,000 BC, Adam's time to John Wesley's time, the mode of transport was only horses, but donkeys, camels, etc. But for the last 2 centuries, see, the mode of transport changed slowly initially, but for the past 50 years, it so rapidly. എനിക്ക് സമയമില്ലാതെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. Praise God. Another end of sight. Revelation chapter 13 verse 17. Praise the Lord. This I am talking about the physical evidences. The world can see it. The church can see it. Everybody can watch. Oh, this is right. When you are hearing it, when you are looking at it, you are just nodding your head. Yeah, this is right. I have never had a thought about this. ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് ശരിയാണല്ലോ. അപ്പൊ ദൈവത്തിന് സംസാരിക്കാൻ അറിയാമല്ലേ? Praise the Lord. Hallelujah. ദൈവമക്കളെ, the one who has created the whole world, the one who has put a foundation of the earth, he is speaking to us what is waiting for us ahead. Praise the Lord. Revelation 13:17. And that no man might buy or sell, save he that has the mark, or the name of the beast, or the number of his name. Praise the Lord. Hallelujah. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രകളല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകുന്നു. This is talking about the end of the age. ലോകത്തിന്റെ അന്ത്യകാലത്തിൽ അത് സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുക. Let me tell you, let me explain to you. You know what was the first exchange system in the whole world? It was barter system. You know barter system?
exchanging good for goods. Hallelujah. So if you want some rice, you have to exchange it with wheat or something else. If you want some service, you have to give a service or some sort of stuff as an exchange. But there was no money, there was no currency, there was nothing to measure. Hallelujah. It was a barter system, buying and selling on barter system. That was the beginning. Praise the Lord. And the latest 1800s. Not 1800, sorry. കർത്താവിന്റെ സമയമൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ മുമ്പ് Roman emperor time മുമ്പേ കണ്ടല്ലോ. BC 168 to AD 476. ആ ടൈം ഒക്കെ വന്നപ്പോഴത്തേക്ക് they started inventing coins and cash. You know, and with the cash, this prophecy cannot be fulfilled. ഈ promise ഒരിക്കലും fulfill ആകത്തില്ല. Today you want to know, let me read you some notes. ഞാൻ by God's grace some notes ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. Let me read some notes. We know from the beginning of human history, there are different modes of exchange to buy and sell. There was a barter system, exchanging goods for goods and for services vice versa. What needs to happen in order for the beast system to stop people from buying and selling if they refuse the mark? We need to have a worldwide financial system whereby everything bought and sold is through electronic means, not cash. ക്യാഷ് മാറിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ് ഫുൾഫിൽഡ് ആകത്തുള്ളൂ, മാർക്ക് വരത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൃഗത്തിന്റെ പേരോ അതിന്റെ അടയാളമോ ഉള്ളവർക്ക് മാത്രമേ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പോസിബിൾ ആകത്തുള്ളൂ. Hallelujah. Buying and selling will be possible if you want to buy something from the supermarket or if you want to sell something, you should have a mark with you or something to show. Hallelujah. സ്തോത്രം. ആ സ്റ്റേജിലേക്ക് വരണമെന്നാണ് പ്രോഫസി പറയുന്നത്. ഇപ്പോഴത്തെ where are we standing? Let me tell you. Has there been a time in history where this could happen? ഈ പ്രോഫസി നടത്തുവാനുള്ള ഒരു ഹിസ്റ്ററി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. Praise the Lord. No. Are we living in a day where this could happen? ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ is there any possibility that this prophecy can be fulfilled? Definitely yes. Why? Most certainly yes. And the powers of this world are now trying to make cash obsolete and are actively pushing pure electronic forms of payment like PayPal and Google Wallet for instance. Praise the Lord. ഇന്ന് നോക്കിക്കേ, ക്യാഷ് മാറിക്കൊണ്ടിരിക്കും. രാജ്യങ്ങളിൽ നിന്ന് ക്യാഷ് ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം ഒരു ചിപ്പിനകത്താക്ക് കാർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പാല്, ഗൂഗിൾ വാലറ്റ്, അങ്ങനെ. Take a look at the news and you will see this being reported in different countries of the world. In India what happens? If buying and selling properties can be done only through bank. No cash transactions when you are buying and selling property. And the other thing, even in the remote villages in North India, the government is forcing people to start opening bank accounts. They are trying to minimize cash transactions. Praise the Lord. Hallelujah. Government is pursuing people to have their own bank accounts. Worldwide governments are in a move of removing cash completely to implement a cashless society where the transactions will be controlled through electronic chip. And look at the financial turmoil around the world today. This will help in bringing a unified currency to help it possible to enforce the mark of the beast. Slowly. Mark of the beast will go. There will be a society without cash. നമുക്ക് ക്യാഷിന്റെ ആവശ്യമേ വരുന്നില്ല. കാർഡ് മാത്രമല്ല. ഇപ്പൊ എവിടെ പോയാലും കാർഡ് മതി. ഇനി ആ കാർഡ് മാറുന്ന ചിപ്പ് വരും. Chip, I don't know how is it going to happen, but there's a possibility. By seeing it, there's a possibility that we are near the end of the world. Hallelujah. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. This is another mark. എന്താണ് പറയുക? Ability to enforce the mark. Are we near the end? Are we nearing the end? I don't know whether I am presenting this truth for you to understand. Whether I am presenting it in a better way, I don't know. I am trying my level best, my brothers and my sisters. But we cannot override it. ഇത് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. We must know these happenings. അടുത്തത്, violence and sexual immorality and increase in sin. Praise the Lord. അതിക്രമങ്ങൾ, sexual immorality, ലൈംഗിക അരാജകത്വം, increase in sin, പാപം വർദ്ധിച്ചിരിക്കുന്നു. ഇത് എവിടെ എഴുതിയിരിക്കുന്നത്? Matthew 24:37. പെട്ടെന്ന് നോക്കിയോ. Matthew 24:37. Luke chapter 17:28-30. But as the days of Noah were, so shall also the coming of the Son of Man. That is written in Matthew chapter 24:37. നോഹയുടെ കാലം പോലെയാകും കർത്താവിന്റെ വരവ്. Praise the Lord. നോഹയുടെ കാലം എങ്ങനെയായിരുന്നുവോ കർത്താവിന്റെ വരവിന്റെ സമയത്ത് ആ കാലഘട്ടം പോലെയാകും. ലോത്തിന്റെ കാലം എങ്ങനെയായിരുന്നുവോ അതുപോലെയാകും. Praise the Lord. Hallelujah. To
6. Praise the Lord. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. You know the Noah's time? The world was full of evil. They were doing so many transgressions. അവിടെ നിങ്ങൾ you must go back home and read chapter 6 of Genesis. Sin was abounding, and in the midst of all those sins, one man, Noah, found grace from the Lord. അതാണ് എഴുതിയിരിക്കുന്നത്. Praise the Lord. 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And he found one man in the whole world who is fearing God. Praise the Lord. And the Lord started speaking to him. My brother, my sister, Lord is in the business of looking for one man to save a society, to save a group of people. Ezekiel chapter 22 പറയുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം, ദേശത്തിനും എനിക്കും മധ്യേ ഇടിവിൽ നിന്ന് മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു. All through the centuries, here and there, God is finding one person to save his church, one person to lead his people, one person to speak to the people about sin and repentance. Praise the Lord. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Hallelujah. Sin is abounding. Hallelujah. നോഹയുടെ കാലഘട്ടത്തെ പോലുള്ള ഒരു കാലഘട്ടമാണോ ഇപ്പോൾ? Hallelujah. So I have no time to explain these things. But let me tell you, my brothers and my sisters, look into the newspaper, look onto the TV, look onto the media, you will have no peace. Hallelujah. നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. Hallelujah. So some sexual violence there. Hallelujah. Nobody respect other people. No honors are there. No fear of God. That was exactly when Noah's time. There was no fear of God. Nobody did know God. Praise the Lord. No fear of God was there. Praise the Lord. Hallelujah. സ്തോത്രം. ലോത്തിന്റെ സമയത്തെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം. യൂദയുടെ പുസ്തകം 1:7 എഴുതി വെച്ചിട്ടുണ്ട്. ലോത്തിന്റെ സമയം Sodom and Gomorrah. What was the sin of Sodom and Gomorrah? Praise the Lord. Hallelujah. It was homosexuality. Homosexuality, terrible sin. But now almost 18 countries have legalized homosexual marriage, lesbian gay marriage. 18 countries have legalized it. Are we in the time of law? Yes, we are. Hallelujah. Hallelujah. So our question is, does violence and sexual immorality, including homosexuality, prevail in the world today? Very much so. Not only does violence and fornication reign across the world, homosexuality has become a norm and a rule since 2001 AD. Since 2001, that is 16 years back. Almost 18 countries have fully legalized homosexual marriage. I am not going to say about the countries' names and what I have here. 110 million cases of sexually transmitted diseases today in America alone, and 20 million new sexual diseases newly reported every year from America alone. 20 million. Hallelujah. Today the world is full of violence and sexual immorality. You only need to turn on the TV and you will see violence, fornication, homosexuality everywhere. The cities of the world today are especially bad and are no longer a safe place to be. Praise the Lord. Hallelujah. ദൈവം marriage എന്ന് പറഞ്ഞത് ആരെന്നറിയാമോ? You know the definition of marriage in God's view, God's eyes? A man with a woman. You can see that in Genesis 2:24. A man leaves his parents and to be united with a woman. But today, world says a man and a man can live together. A woman, a lady and a lady, and a woman can live together. And you know that they say it is civil partnership. It's a marriage. Government have agreed it. And if you speak against it, you will be penalized. You will be put into prison. Are we living in the last centuries? കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെയാകുന്നു, ലോകത്തിന്റെ കാലം പോലെയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങളിലേക്ക് സഭയെ പഠിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഭാരം തരുന്ന ദൈവമക്കളെ, ഈ നാളിലെ കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഹല്ലേലൂയ അനേക ദൈവമക്കളുണ്ട്. കൃപാവരം ലഭിച്ച അനേക സഹോദരിമാരുണ്ട്. ഈ നാളുകളിൽ പരസ്പരം ഇത് പഠിക്കുക. We are in the last moment. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ദിവസം കണ്ടേ. ഹല്ലേലൂയ സ്തോത്രം. Iniquity shall be abound, the love of many shall wax cold. Matthew 24:12. Matthew 24:12 പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് മെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. Praise the Lord. ഈ ചുറ്റുപാടിൽ പാപം വരുമ്പോൾ, when our children are going to college, university, what they see, what they hear is all this stuff. When they have so much pressure, my brother, my sister, when you are going to your office, your place of work, you are listening to all these things. When you want to listen to the news, what is happening in the BBC, you get this stuff there. Or if you are sitting in computer to understand or to search for some program or project or something, all this stuff
slowly. Oh, if you are not fearing God, we will slowly slip into this. Absolutely, just go back 50 years and you would not see half of the sin what we have today. The wickedness that we see in people today. Look at what is portrayed on our TV screens, and the movies and video games, violence, lust and all manner of evil. Think of the children who are addicted to this. 50 years back, what we had thought rude words are common part of today's communication. Oh, 50 years back, what we thought rude, today it's a colloquial language today. Come on. നമ്മുടെ പണ്ടെന്നൊക്കെ സിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വരുന്നത്? സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇറ്റ്സ് എ നെഗറ്റീവ് മീനിങ്. ഓ സിക്ക്. ടുഡേ സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൂൾ സിക്ക്. You understand? The things all have been changed. The definitions have changed. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭയന്നതൊക്കെ ഇന്ന് സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. And do you know, my brothers and my sisters, the worst thing is this. What about sin today? It is made into entertainment through movies, television programs, radio, magazines, comics, and you name it. The majority of people in this world, including today's Christians, are happy to be entertained by the very thing that put the Son of God on the cross. What an abomination! Keep it said. I am speaking the word of God. What an abomination! Sin! Everything is sin. Entertainment is full of sin. You give കുഞ്ഞിനെ കളിച്ച് ഒരു ചൈൽഡ് മൂവി കൊടുത്ത് അതിനകത്ത് വരുന്നതൊക്കെ മോൺസ്റ്റേഴ്സ് ആണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് മോൺസ്റ്റേഴ്സിനെ മതി. ഒരു സാധാരണക്കാരനെ പിന്നെ ടി വി കേൾക്കുണ്ടാക്കാൻ ഇഷ്ടപ്പെടും. You know? Take a little child into a toy shop and ask him to choose what he likes. He will either go to a gun, or he will go to a knife, or he will go to something else. He won't go to a teddy bear. He won't go to a little car toy. It's all been changed. We are coming to the end. Yes. Rising spiritually is so much, my brother and my sister. I have so much to speak. Hallelujah. Rising spiritualism. You know what is spiritualism? Recently, very recently, in 10 years since I've heard. Spiritualism is, you know, near-death experience. Have you heard of that? Near-death experience? Try in Google or try in some other search engine, you will find out what is. Don't ever try that. It's a near-death experience. Very recently came. You know, Harry Potter, Twilight, Lord of the. There are so many things on the television. Yeah, there are movies today. Twilight, Harry Potter, Lord of the Rings. So many things are coming. You know, our children enjoy watching. Some of us who are sitting here, we are watching it. We are being entertained. Remember message. Remember, my brother, my sister, you become a part of the world by being into it. Praise the Lord. We are in the last time. Praise the Lord. I wanted to speak more on this spiritualism, but I am not going for that because of the lack of time. Time is not going to death, near-death experience. There are so much in that, my brothers and my sisters. Spirit-filled nature. There are people who are meditating, sitting in the church and meditating and receiving something and speaking to the people, something which is going to come or something which is happening. You have to check whether it is from God. I said to you, my brother, my sister, let me warn you, church. What is prophecy? Prophecy means, even if it is a physical prophecy, it must lead you to God. It must bring you to the fear of God. Because you are called not to live here for 1,000 years. You are called to live in eternity for eternity. Praise the Lord, my brothers and my sisters. Nothing in the world should distract us from our devotion to Christ. Hallelujah. അടുത്തൊരു സൈൻ പറയാൻ പോവുകയാണ്. മാസ് ആനിമൽ ഡെത്ത്സ്, മൃഗസമ്പത്ത് നശിക്കുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ. എവിടെയാ? ഹോശേയ chapter 4 verse 3. Hosea, book of Hosea, chapter 4 verse 3. Therefore shall the land mourn, and everyone that dwells there shall languish, with the beasts of the field, and with the fowls of the heaven. Yeah, the fishes of the sea also shall be taken away. മൃഗസമ്പത്ത്, മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. മൃഗസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 15 years when I was researching on this, last
Yeah, let me take 3 minutes, 2-3 minutes. Last 15 years, I have done research. Not 15 years, I have done research, no. When I did research, I could see in last 15 years, ആകാശത്ത് നിന്ന് പക്ഷികൾ വീണുകൊണ്ടിരിക്കുക. Hallelujah, fish being destroyed, and you see thousands of fishes dying in the lakes and in the sea. Praise the Lord. Bees, bees, fertilizing the bees, ചത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ക്രോപ്സ് ഒന്നും ഉണ്ടാകുന്നില്ല. നാട്ടിലെ തേനീച്ചകളൊക്കെ നിന്ന് കഴിഞ്ഞു, തേനീച്ചകളൊക്കെ ചത്തുപോയിരിക്കുക. Praise the Lord. Honey bees are being destroyed. Nobody knows where the honey bee is gone. There is no honey production. Hallelujah. These all are vital signs we see around. Hallelujah. This is the fulfillment of that prophecy in Hosea. അന്ത്യകാലത്ത് praise the Lord, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മത്സ്യങ്ങൾ ചത്തു. Exactly, literally that is happening. And I have no time about speaking natural disasters. So many things. There is a great, so many things are there. One more point I am thinking. In this side, world is pushing for peace. ഈ ലോകത്തിൽ സമാധാനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എക്യുമെനിക്കൽ മൂവ്മെന്റ്സ് സമാധാനത്തിന് വേണ്ടി പുറമെ കൂട്ടുന്നു. Praise the Lord. Hallelujah. സ്തോത്രം. 1 Thessalonians chapter 5 verse 3. അതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. It takes not more than 2 minutes. Praise the Lord. 1 Thessalonians chapter 5 verse 3. For when they shall say peace and safety, then sudden destruction comes upon them, as travail upon a woman with a child, and they shall not escape. Praise the Lord. Hallelujah. സ്തോത്രം. ഇന്ന് ലോകത്തിൽ നോക്കിക്കേ, സമാധാനത്തിന് വേണ്ടി എന്തൊക്കെ ഉടമ്പടികളാണ് നടക്കുന്നത്. They all are working without God. Will they succeed? They will never succeed. Today many of the churches are going in hand with them. Is it allowed? ബൈബിളിൽ ഒത്തിരി വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ നടുവിൽ നിന്ന് വേർപെടാനാണ് നിനക്കുള്ള വിളി. അവരോട് ചേർന്ന് പ്രവർത്തിപ്പാനല്ല. നിന്റെ ഭൂമിയിലെ സമാധാന ശ്രമങ്ങളൊന്നും, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ മധ്യത്തെ സമാധാനം എന്ന് പറയുമ്പോൾ അവരുടെ നേരെ ആപത്ത് വരും. Praise the Lord. Sorry, my brothers and my sisters, I haven't completed even half of what I wanted to say. But let me tell you, if possible, I will take a little more time in the afternoon about this, and I will continue with the spiritual evidences. We are in the last days. We heard about the church. We are brought and being attracted to the church to be made a part of the body of Christ. We've got to be vigilant. We've got to be conscious. We've got to be aware of what is happening around us.